언제쯤일까 다시 그때 마주한다면 눈을 보고 말할래요 보고 싶었어요 Reasons occasion and spare time. I had to bring my mic out because I was too lazy to give captions for this. So let's see what's in this bag. First of all, we got this program schedule. ഇതിനകത്ത് ഏതൊക്കെ ടോക്ക് ഏതൊക്കെ വെന്യൂവിൽ എപ്പോഴാണ് നടക്കുന്നതെന്ന് ഉള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. Then we had this beautiful notepad. Then we got a brochure describing the whole event and stuff. പിന്നെ we got a pen with it. That was such a nice pen. I still have it. പിന്നെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടി. വി ഓൾസോ ഹാഡ് എ ചോക്ലേറ്റ് വിത്ത് ഇറ്റ്, ബട്ട് അത് ഞാൻ രാവിലെ തന്നെ വയറ്റിലാക്കി. Something great about this event was there were a lot of stalls showcasing innovative products. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. Then there was this wall where you could write anything. So ഞങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നെന്നും പിന്നെ of course we have to promote our channel. So I wrote subscribe to Asya Bijur. So നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ do subscribe right now and turn on the notification to get notified whenever I upload. This is my friend doing the same thing. He just signed his name. Then there was a stall by LinkedIn where we had to do challenge. So അത് നമ്മൾ ചെയ്തു. പിന്നെ ഞങ്ങൾ വേറെ സ്റ്റോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. Then this thing, virtual reality. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണം. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. But then I sat there and pretended I could see everything. ഇതിൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് വേർഷൻ കുറേ പേര് കണ്ടു കാണും. ഇഫ് യു ഹാവ് നോട്ട് സീൻ ദിസ് ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ ദിസ് ഈസ് സ്റ്റാർബക്സസ് മാസ്റ്റർ ബ്രൂവേഴ്സ് ഫൗണ്ടേഷൻ പ്രോഗ്രാം. ഇത് ഞങ്ങൾ എത്തിപ്പെടാൻ കാരണം വി ഹാഡ് ടു ഡു എ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഫോർ ആ BBA ഡിഗ്രി. നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കുമായിട്ട് അലൈൻ ചെയ്ത് വന്ന ഒരു കമ്പനിയായിരുന്നു സ്റ്റാർബക്സ്. സോ വി സെലക്റ്റഡ് സ്റ്റാർബക്സ് ആൻഡ് ദി അഗ്രീഡ്. ബട്ട് ഇത് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ്. യു ജസ്റ്റ് ഹാവ് ടു കോൺടാക്ട് യുവർ നിയറസ്റ്റ് സ്റ്റാർബക്സ് ഷോറൂം. ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ ബട്ട് ഐം ജസ്റ്റ് സേയിങ്. ആൻഡ് ഈ ഒരു സെഷനിലൂടെ ഞങ്ങൾ സ്റ്റാർബക്സിൻ്റെ കോഫി ഒറിജിൻസ്, ബീൻ സോഴ്സിങ്, റോസ്റ്റിംഗ് പ്രൊഫൈൽസ്, ബ്രൂയിങ് മെത്തേഡ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. ഹൗ മെനി ഓഫ് യു ന്യൂ ദാറ്റ് കോഫി വളരുന്ന സ്ഥലം അനുസരിച്ച് കോഫിയുടെ ക്വാളിറ്റി, സ്മെൽ, അതിൻ്റെ ഫ്ലേവറിന് വ്യത്യാസം വരുന്നുണ്ട്. We got to know that after attending this program. So yeah, ഇതുപോലത്തെ കുറേ ഫൺ ഫാക്ട്സ് നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടി, which was very helpful for our project. A big shout out to Miss Atira who handled the session. She made sure we enjoyed every bit of it. Then we got to know about the different brewing methods used in Starbucks. She showed us one of it and ആ ഒരു മെത്തേഡ് വെച്ചുണ്ടാക്കിയ കോഫി ഞങ്ങളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അതിൻ്റെ റിയാക്ഷൻ ഇസ് ഓൺ ദ വേ. ആരാദ്യം കുടിക്കുന്നത് ഒത്തന്റിക് റിയാക്ഷൻ കിട്ടണേ. അടുത്ത നീ ത്രീ ഫിംഗർ സ്മെല്ല് ആദ്യം അടുത്ത സ്മെല്ല് ചെയ്യണം. ആദ്യം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് കിച്ചൻ.
ചുമക്കുന്ന ചിരിക്കുന്നതിനും ഒക്കെ. ഇപ്പൊ കറക്റ്റായി. മറ്റത് മറ്റേ എമിലെ ഇവിടെ എന്തോ ഭയങ്കര കാര്യമായിട്ട്. കുടിച്ച് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ടാണ് ഫുഡ് ഞങ്ങളെ ഇങ്ങനെ ഉണ്ടോടാ ഇങ്ങനെ ഉണ്ടോടാ. ഇതാൻ്റെ ഐഡിയ ആണ്. And extend his blessings to our group. ഇതിനെ പൊക്കി പിടിച്ചോണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. Forward and extend his blessings to our groom, Mr. Lidwin Anthony Nunes. Of love and mutual respect between the families, we invite Mr. Lidwin Anthony Nunes to kindly come forward and share his blessings with the bride's brother. As we come towards conclusion of this beautiful and blessed ceremony, we now invite the groom's respected father, Mr. Leslie Nunes, to please come forward and express his heartfelt gratitude. നമ്മൾ തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. സഞ്ചാരം. നമ്മൾ സ്റ്റാർബക്സ് പൊളി പൊളി പൊളി. രണ്ടുപേരെ കൂടെ വിളിക്കാം. ഇല്ല ഒന്ന് എമിലി പാടാം. ഒന്ന് ബാ ഞാനും ബാ. എന്നിട്ട് ഗായത്രി സൈഡിൽ നിന്നില്ല. ഗായത്രി സൈഡ് സത്യം കേട്ടോ. എൻജോയ് ചെയ്യണ്ടേ? വിഷ്ണുവിന്റെ സ്റ്റൈൽ പറയും. ട്രിപ്പ് സീനാണ് ശരി. പെയിന്റ് പിന്നെ ഷൂസ്. അതിലെ IPL ഓപ്ഷൻ. നമ്മൾ ഫസ്റ്റ് എത്തിയതായിരുന്നു, പക്ഷെ 12 പൊസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത്. നമ്മൾ നല്ലൊരു പൊസിഷൻ അല്ല തൽക്കാലം, പക്ഷെ നമ്മൾ കംബാക്ക് അടിക്കുന്നതായിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. അതെ അതെ, നമ്മളായിരുന്നു കോൺഫിഡൻസ്. നമ്മൾ വിട്ടുകൊടുത്തിരുന്നു. ഇവരെല്ലാരും കുറെ ദൂരം എന്നൊക്കെ പറഞ്ഞല്ലേ, നമ്മൾ ഏകദേശം അടുത്താണ് കൊച്ചിയായിട്ട്. അതുകൊണ്ട് അല്ല, ഇവരൊക്കെ കുറച്ച് ദൂരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വിട്ടുകൊടുക്കണയാണ്.
എന്ത് പറയാനാണ്, അങ്ങനെയൊക്കെ പോകുന്നു. അതെ, അതാണ് ഞങ്ങൾ ട്രെയിനൊക്കെ ട്രെയിൻ പിടിച്ച് കൊച്ചി വന്ന് തോറ്റിട്ട് തിരിച്ചു കിട്ടും. #1